പിന്നെ അതുപോലെ തന്നെ അടുത്തതായിട്ട് പറയുന്നത് നിങ്ങളുടെ പുതിയ പുതിയ ഇൻട്രസ്റ്റുകൾ ഉണ്ടാവുമല്ലോ, ആ ഇൻട്രസ്റ്റുകളൊക്കെ ഒന്ന് എൻകറേജ് ചെയ്യുക, അതിന് സമയം കണ്ടെത്തുക. അതിന് പണം ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ പണം ഇൻവെസ്റ്റ് ചെയ്യാം. പുതിയ സ്കില്ലുകൾ പഠിക്കാനാണെന്നുണ്ടെങ്കിൽ അതിന് കുറച്ച് ടൈം മാറ്റി വെക്കുക. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഡേ ടു ഡേ ലൈഫിൽ ഇങ്ങനെ ചെയ്തുകൊണ്ട് പോകുന്ന സമയത്ത് നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കും. മറ്റേ നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ടാവും, നമ്മളതിന് സമയം കണ്ടെത്തത്തില്ല. നമ്മൾ വെറുതെ കുറേ മൊബൈലിൽ റീൽസ് നോക്കിയിട്ടും മൊബൈലിൽ ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് ഓരോ സാധനങ്ങൾ കണ്ടിട്ട് മറ്റുള്ളവരുടെ ലൈഫ് കണ്ടിട്ട് ഇങ്ങനെ ഇരിക്കുക. നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് എന്താ ചെയ്യുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ നമ്മുടേതായിട്ടുള്ള ഇൻട്രസ്റ്റുകൾ ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് സമയം കണ്ടെത്തുക, അത് ചെയ്യുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതും സെൽഫ് ലവിൻ്റെ ഒരു ഭാഗമാണ്. ഇനി അടുത്തതായിട്ട് പറയുന്നത് ചലഞ്ചിങ് യുവർ സെൽഫ് ആൻഡ് ലവ് യുവർ സെൽഫ് എന്നുള്ളതാണ്. അത് നമ്മളെ ചലഞ്ച് ചെയ്യുക. ഇന്ന കാര്യം ഞാൻ ഇന്ന സമയത്ത് തീർക്കും. ഇപ്പം ഞാനൊക്കെ ചെയ്യുന്ന ഒരു ചലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2-3 പുസ്തകങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ ഇത് ഞാനൊരു 1 മന്തിനുള്ളിൽ ഇത്രയും ഈ 3 ബുക്കുകൾ വായിച്ച് തീർക്കും. അപ്പം നമുക്ക് ആ 3 ബുക്കുകൾ ആ ഒരു മാസത്തിനുള്ളിൽ വായിച്ച് തീർക്കുമ്പോൾ കിട്ടുന്ന ഒരു ഹാപ്പിനെസ് വേറെയാണ്. അങ്ങനെ ഓരോ ചെറിയ ചെറിയ ചലഞ്ചുകൾ, അല്ലെങ്കിൽ ഞാൻ ഈ മാസം ഞാൻ ഇത്ര രൂപ ഏൺ ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ ഇപ്പം ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്കില്ലാണെങ്കിൽ അത് ഞാൻ ഈ ഒരു 2 മാസത്തിനുള്ളിൽ ഞാൻ ആ സ്കില്ല് ആർജിച്ചെടുക്കും. അതിനുവേണ്ടി നമ്മൾ കുറച്ച് ടൈം മാറ്റി വെക്കും, അത് ചെയ്യും. അതൊക്കെ നമ്മളെ റെസ്പെക്റ്റ് ചെയ്യുകയും സ്നേഹിക്കുകയും ചെയ്യുന്നതിൻ്റെ ഒരു ഭാഗമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ചലഞ്ച് യുവർ സെൽഫ് എന്നുള്ളത്. എന്നിട്ട് നമ്മളെ സ്നേഹിക്കുക. ഇനിയിപ്പോൾ ഇപ്പോൾ ലേറ്റായിട്ട് എണീക്കുന്ന ആളുകളാണെങ്കിൽ മോർണിംഗ് എണീക്കുക എന്നുള്ളൊരു ഹാബിറ്റ് ക്രിയേറ്റ് ചെയ്യാനാണെങ്കിലും അതൊരു ചലഞ്ചായിട്ട് എടുക്കുക. ഇപ്പം റീഡിങ് ഹാബിറ്റ് ഇല്ലാത്ത ഒരാളാണ് വിചാരിക്കുക, റീഡിങ് ഹാബിറ്റ് കൊണ്ടുവരണം എൻ്റെ ലൈഫിൽ എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് കൊണ്ടുവരിക, അതൊരു ചലഞ്ചായിട്ട് എടുക്കുക. ഇതൊക്കെ സെൽഫ് ലവിൻ്റെ ഭാഗമാണെന്നാണ് പറയുന്നത്. ഇനി അടുത്തതായിട്ട് പറയുന്നത് ഒരു ദിവസം നമ്മളൊരു 30 മിനിറ്റ്സ് എങ്കിലും മാറ്റി വെക്കുക, ഒരു ബ്രേക്കായിട്ട്. ആ സമയത്ത് നമുക്ക് നന്നായിട്ട് കുളിക്കാം, മെഡിറ്റേഷൻ ചെയ്യാം, റിലാക്സ്ഡ് ആവാം, എന്തെങ്കിലുമൊക്കെ വായിക്കാം. അങ്ങനത്തെ ആക്ടിവിറ്റീസിലൊക്കെ ഒന്ന് കൂടുതൽ എൻഗേജ്ഡ് ആവുക. അതും സെൽഫ് ലവിൻ്റെ ഭാഗം തന്നെയാണ്. അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം പറയാം, അതെന്താണെന്നറിയോ? സെലിബ്രേറ്റിംഗ് യുവർ അച്ചീവ്മെൻറ്റ്സ് എന്നുള്ളത്. നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് ജീവിച്ച് മുന്നോട്ട് പോകുമ്പോൾ പല നേട്ടങ്ങളും കിട്ടും, പല അച്ചീവ്മെൻറ്റ്സും കിട്ടും. അതൊക്കെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാറുണ്ടോ? നമ്മൾ ബർത്ത്ഡേക്ക് ആഘോഷിക്കാറുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു പ്രൊമോഷൻ കിട്ടിക്കഴിഞ്ഞാൽ, ബിസിനസ്സിലൊരു ഗ്രോത്ത് ഉണ്ടായിക്കഴിഞ്ഞാൽ, നിങ്ങൾക്കൊരു അവാർഡ് കിട്ടിക്കഴിഞ്ഞാൽ, ഒരു അംഗീകാരം കിട്ടിക്കഴിഞ്ഞാൽ, ഇതൊക്കെ അടിച്ചു പൊളിക്കുക, സെലിബ്രേറ്റ് ചെയ്യുക വിത്ത് യുവർ ഫ്രണ്ട്സ് പറ്റാവുന്ന രീതിയിൽ. ഇനി ആരും ഇല്ലയെന്ന് വിചാരിക്കുക, നിങ്ങൾ തന്നെ സെലിബ്രേറ്റ് ചെയ്യുക. അതിനധികം ചിലവൊന്നും വേണ്ടല്ലോ. എന്താണെങ്കിലും നിങ്ങളുടെ എല്ലാ അച്ചീവ്മെൻറ്റ്സും, എല്ലാ നേട്ടങ്ങളും, എല്ലാ സക്സസ്സും സെലിബ്രേറ്റ് ചെയ്യുന്നത് നന്നായിട്ട് സെൽഫ് ലവ് ഉള്ള ആളുകളാണ്. ഇതെനിക്ക് പറയാതിരിക്കാൻ വയ്യ. ഓക്കെ, സോ നിങ്ങൾ ഇന്നു മുതൽ സെൽഫ് ലവിൻ്റെ ഭാഗമാവുക. അത് എല്ലാ സക്സസ്സും നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുക. ഒരു സെലിബ്രേറ്റിംഗ് മോഡൽ ലൈഫ് പോട്ടെ. ഇനി അടുത്തതായിട്ട് പറയുന്നത് വർക്ക് ഓൺ യുവർ സെൽഫ് ട്രസ്റ്റ് എന്നുള്ളതാണ്. അഥവാ നമുക്കൊരു ഗട്ട് ഫീലിംഗ് ഉണ്ടാവുമല്ലോ, എന്ത് കാര്യത്തിനെ പറ്റിയിട്ട്, എന്ത് കാര്യത്തിലോട്ട് ഇറങ്ങുമ്പോഴും നമ്മൾ സ്വയം ചോദിക്കുമ്പോഴൊക്കെ നമ്മൾ ചുറ്റുമുള്ള ആളുകളെക്കാണ് കൂടുതൽ വിശ്വസിക്കേണ്ടത് ആരെയാണെന്നറിയോ? നമ്മളെയാണ്. നമ്മൾ നല്ലതാണെങ്കിൽ നമുക്ക് നല്ല നല്ല ഗട്ട് ഫീലുകളായിരിക്കും വരിക. നമ്മുടെ തീരുമാനങ്ങൾ ഉള്ളിൽ നമ്മൾ സ്വയം ചോദിക്കുമ്പോൾ കിട്ടുന്നൊരു റിപ്ലൈ ഉണ്ടാവും, അത് റൈറ്റ് ആയിരിക്കും. അതിനെ നമ്മൾ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുക എന്നുള്ളതാണ്, എന്നിട്ട് മുന്നോട്ട് പോവുക. ഇതും സെൽഫ് ലവിൻ്റെ ഒരു ഭാഗമാണ്. ഇനി അടുത്തതായിട്ട് പറയുന്നത് ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ് എന്നുള്ളതാണ്. നിങ്ങളെ നന്നായിട്ട് കെയർ ചെയ്യുക, നന്നായിട്ട് നീറ്റായിട്ടിരിക്കുക, അതുപോലെ തന്നെ നല്ല രീതിയിൽ ഡ്രസ്സ് ചെയ്യുക, നല്ല ഉറക്കം കിട്ടുക, ഒരു 6 to 7 hours ഡെയിലി ഉറങ്ങുക, നല്ല ഫുഡ് കഴിക്കുക, ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക, നല്ല രീതിയിൽ എക്സസൈസ് ചെയ്യുക. ഇതൊക്കെ സെൽഫ് ലവിൻ്റെ ഭാഗമാണ്. ഇത്തരം കാര്യങ്ങളിലൊക്കെ കുറച്ച് ശ്രദ്ധ ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. അടുത്തതായിട്ട് പറയുന്നത് സറൗണ്ട് യുവർ സെൽഫ് വിത്ത് റൈറ്റ് പീപ്പിൾ എന്നുള്ളതാണ്. അഥവാ നമുക്ക് ചുറ്റും ശരിയായിട്ടുള്ള ആളുകൾ ഉണ്ടായിരിക്കണം, നെഗറ്റീവായിട്ടുള്ള ആളുകളല്ല. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമുക്കറിയാം, സാധാരണ നമ്മൾ പറഞ്ഞു കേട്ടില്ലേ, നമ്മുടെ കൂടെയുള്ള 5 പേരുടെ ഒരു സ്വഭാവമായിരിക്കും നമുക്കുണ്ടാവുക. അപ്പം നമ്മുടെ ഡ്രീംസ്, നമ്മുടെ ഗോൾസ്
ഒക്കെ എന്തൊക്കെയാണോ അതുമായി കണക്റ്റഡ് ആയിട്ടുള്ള ആളുകളുമായിട്ട് കൂടുതൽ മിങ്കിൾ ചെയ്യുക, അത്തരത്തിലുള്ള ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യുക. ബാക്കിയുള്ളവരെ ഒഴിവാക്കി കളയണം എന്നല്ല പറയുന്നത്, നമ്മൾ കൂടുതൽ ഇടപഴകേണ്ടത് നമ്മുടെ കാര്യങ്ങളുമായി ഏറ്റവും റൈറ്റ് ആയിട്ടുള്ള പേഴ്സൺസുമായിട്ടാണ് എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. അതും സെൽഫ് ലവിൻ്റെ ഒരു ഭാഗമാണ്, നമ്മൾ ആരെ ചൂസ് ചെയ്യണം ആരെ ചൂസ് ചെയ്യണ്ട എന്നുള്ളതൊക്കെ. സോ അതുകൂടി ശ്രദ്ധിക്കുക. പിന്നെ അതേപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം പറയാം, നമുക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണം തോന്നിക്കഴിഞ്ഞാൽ നമ്മളത് ചോദിക്കാൻ മടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ആളുകളോട്. ഓക്കെ, എല്ലാ കാര്യം നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ സാധിച്ചു എന്ന് വരില്ല. നമുക്ക് ആരുടെയെങ്കിലുമൊക്കെ സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ അത് വാ തുറന്ന് ചോദിക്കുന്നത് സെൽഫ് ലവിൻ്റെ ഒരു ഭാഗമാണ്. ഇനി ഇതുപോലെ തന്നെ മറ്റുള്ള വ്യക്തികളെ കമ്പയർ ചെയ്യേണ്ട. അത് ഇങ്ങനെ കമ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് സെൽഫ് ലവ് ഇല്ലായ്മ കൊണ്ടാണ്. നമ്മളെ തന്നെ കമ്പയർ ചെയ്താൽ മതി. ഇന്നലെ ഉള്ള ഞാനാണോ ഇന്ന് കുറച്ചുകൂടി ഇമ്പ്രൂവ് ആയിട്ടില്ലേ, കുറച്ചുകൂടി ബെറ്റർ ആയിട്ടില്ലേ, അങ്ങനെ ചിന്തിച്ചാൽ മതി. അല്ലാതെ നമ്മൾ മറ്റുള്ള വ്യക്തികളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ ലോ ആവാനുള്ള ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് ആ കാര്യം ചെയ്യണ്ട. സെൽഫ് ലവ് ഉള്ള ആളുകൾ ഒരിക്കലും മറ്റുള്ള വ്യക്തികളുമായിട്ട് ഒരുപാട് കമ്പയർ ചെയ്യില്ല. നമുക്ക് അങ്ങനെ ആവണം എന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല കേട്ടോ, പക്ഷെ വല്ലാണ്ട് കമ്പയർ ചെയ്യുന്നത് ഒഴിവാക്കുക എന്നുള്ളതാണ്. അടുത്തായിട്ട് പറയുന്നത് സെൽഫ് ലവിൻ്റെ ഭാഗമായിട്ട് മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. നല്ല നാച്ചുറുള്ള സ്ഥലത്ത് പോവുക, വിസിറ്റ് ചെയ്യുക, മെഡിറ്റേഷൻ ചെയ്യാം, റിലാക്സ് ചെയ്യാം, അതുപോലെ നല്ല രീതിയിൽ എക്സസൈസ് ചെയ്യാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുക. ഇതും സെൽഫ് ലവിൻ്റെ ഭാഗമാണ്. അടുത്തതായിട്ട് എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ട്രീറ്റ് യുവർ സെൽഫ് ഫസ്റ്റ് എന്നുള്ളതാണ്. എപ്പോഴും നിങ്ങളെ ട്രീറ്റ് ചെയ്യുക നന്നായിട്ട്. ആ ട്രീറ്റ് കഴിഞ്ഞതിന് ശേഷം മതി നമുക്ക് മറ്റുള്ളവർക്ക് ട്രീറ്റ് കൊടുക്കുന്നതും സഹായങ്ങൾ ചെയ്യുന്നതും ഒക്കെ. അതും സെൽഫ് ലവിൻ്റെ ഒരു ഭാഗമാണ്. നിങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നിങ്ങളെ ഒന്ന് സ്നേഹിച്ചു നോക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും, അതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ഇന്നു മുതൽ തന്നെ നിങ്ങളെല്ലാവരും ഇതിലെ കുറച്ച് കാര്യങ്ങളെങ്കിലും ഫോളോ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വീഡിയോ യൂസ്ഫുൾ ആണ്, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ നിങ്ങൾ ധൈര്യമായിട്ട് അയച്ചു കൊടുക്കുക. അവരും സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യട്ടെ, അവരുടെ ജീവിതത്തിലും അത്ഭുതങ്ങൾ ഉണ്ടാവട്ടെ. മറ്റൊരു വ്യക്തി നന്നാവണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം. പുതിയ വീഡിയോ റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം. ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ റിലേഷൻഷിപ്പിലോ അല്ലെങ്കിൽ ജീവിതത്തിലോ ഒക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ സപ്പോർട്ടിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഗൈഡൻസിന് വേണ്ടിയിട്ടൊക്കെ നിങ്ങൾക്ക് മുകളിൽ കാണുന്ന നമ്പറിലോട്ട് വിളിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. എല്ലാവർക്കും ഹാപ്പി ആയിട്ടുള്ള ഒരു ലൈഫ് ഉണ്ടാവട്ടെ, ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാവട്ടെ എന്നൊക്കെ ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. നമസ്തേ.